ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ബൊഗൈൻവില്ല ചെടികൾ വളരെ നല്ലതാണ്, എസ്പെഷ്യലി അതിൻ്റെ പൂക്കുന്ന ഒരു സമയം. ഇത് മെയിനായിട്ട് പൂക്കുന്നത് ഡിസംബർ അവസാനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ കെയറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് പോട്ടിംഗ് മിക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലൊക്കെ നമ്മൾ നട്ടുവെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ പൂക്കുകയും ചെയ്യും, വർഷം മുഴുവൻ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പോട്ടിംഗ് മിക്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേറെ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബൊഗൈൻവില്ലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്രദേശത്ത് വേണം നമ്മൾ ഈ ചെടി വെക്കാനായിട്ട്. അതായത് ഒരു 6 മണിക്കൂർ മിനിമം നല്ല രീതിയിൽ, ഒരു 4 മുതൽ 6 മണിക്കൂർ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്രദേശത്തെ നമ്മൾ ബൊഗൈൻവില്ല വെക്കാൻ പാടുള്ളൂ. കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ചാണ് ഇത് പൂക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യമാണ്. വെള്ളവും ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി അങ്ങനെ പൂക്കത്തില്ല. കാരണം വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലകളുടെ എണ്ണം കൂടി വരത്തേ ഉള്ളൂ, പൂക്കൾ കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് മാത്രമേ ചട്ടിയുടെ വലിപ്പവും കൂടാൻ പാടുള്ളൂ. കാരണം ഒരുമാതിരി ഈ ചട്ടിയുടെ വലിപ്പം കൂടുകയും ചെടിയുടെ വലിപ്പം കുറവുമാണെങ്കിൽ പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം ഇതിൻ്റെ റൂട്ട്സ് നല്ല റെസ്ട്രിക്റ്റഡ് ആയിട്ട് നല്ല ടൈറ്റായിട്ട് നിന്നാൽ മാത്രമേ നല്ലതുപോലെ പൂക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് വലിപ്പമുള്ള ചട്ടിയിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എസ്പെഷ്യലി ഇത് പൂക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റീപോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അളവിലുള്ള, ഇപ്പോൾ ആ 11 ഇഞ്ചിൻ്റെ ചട്ടിയിലാണെങ്കിൽ നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 ഇഞ്ച് കൂടെ വലിപ്പമുള്ള ചട്ടിയിലേക്ക് മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഒരുപാട് വലിപ്പമുള്ള ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നടുന്നതും ചെടിക്കത്ര നല്ലതല്ല. മാക്സിമം നമുക്ക് ബൊഗൈൻവില്ല പോലെയുള്ള ചെടികൾക്ക് ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിൽ തന്നെ പൊട്ടാഷ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. ഒരു നുള്ളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ പിറ്റേ വർഷം വരുമ്പോൾ ഇതേപോലെ പൂക്കണമെന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ നാച്ചുറൽ ഓർഗാനിക് മാന്യൂർ കൊണ്ടാണ് നമ്മൾ ഈ ചെടി നടുന്നതെങ്കിൽ നമ്മുടെ ചെടി ഓട്ടോമാറ്റിക്കലി അതേ വർഷം അതേ സമയത്ത് പൂക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ല പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് സോയിലും എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പോട്ടിംഗ് സോയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ ഗാർഡൻ സോയിൽ എടുക്കുമ്പോൾ ഒരു 40% എടുക്കുക. അതിനുശേഷം മണൽ, ഇപ്പോൾ ഇത് മണലാണ്, അതായത് നല്ല മണലാണ്, ആറ്റുമണൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മണൽ ഒരു 25% എടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ല മണൽ, ആറ്റുമണൽ നോക്കി എടുക്കുക. അപ്പോൾ 40% ഗാർഡൻ സോയിലും 25% നമ്മുടെ മണലും എടുക്കുക. അതുപോലെ ഒരു 25% നമ്മൾ വെർമി കമ്പോസ്റ്റാണ്. ഇത് വെർമി കമ്പോസ്റ്റ് നിങ്ങൾ വാങ്ങാൻ കിട്ടും, എല്ലാ ഓൺലൈൻ സ്റ്റോറിലും കിട്ടും, അതുപോലെ നമ്മുടെ വളക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതാണ് വെർമി കമ്പോസ്റ്റ്. ഇത് ഒരു 5 കിലോയുടെ പായ്ക്കാണ്. ഈ വെർമി കമ്പോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വെർമി കമ്പോസ്റ്റിൻ്റെ അകത്ത് ധാരാളം നാച്ചുറൽ, അതായത് മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ മണ്ണിന്, അതായത് ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, അതുപോലെ വേറെ കുറേ മൈക്രോ ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിൻ്റെ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചട്ടി നടാൻ വേണ്ടിയിട്ടുള്ള ചട്ടിക്കാണെങ്കിൽ ഇതേപോലെ ഒരു 2 പിടി വെർമി കമ്പോസ്റ്റ് നമുക്കതിന് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് സാധാരണ അവർ പറയുന്നത് 4:1 എന്ന 4% നമ്മൾ, അതായത് 4 ഭാഗം മണ്ണും അതുപോലെ 1 ഭാഗം വെർമി കമ്പോസ്റ്റും ഒരു ചട്ടിക്ക് ചേർത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അതായത് 3/4 ഭാഗം മണ്ണും അതുപോലെ 1/4 ഭാഗം വെർമി കമ്പോസ്റ്റും ചേർത്ത് നടുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ മറ്റ് ചെടികളൊക്കെ നടാനും ഈ വെർമി കമ്പോസ്റ്റ് ചേർത്ത് നടുകയാണെങ്കിൽ ചെടി നല്ല ഫലപുഷ്ടമായി നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നീം കേക്ക്.
ഇതേപോലെ നീം കേക്ക് ഇങ്ങനെ പൗഡർ ഫോമിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതൊരു 3%, അതായത് ചെറിയൊരു പിടി ചേർത്താൽ മതി. ഈ നീം കേക്ക് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇതിൽ ചേർത്തത് വെർമി കമ്പോസ്റ്റാണ് ചേർത്തത്. ഞാൻ നീം കേക്ക് ഞാൻ കാണിച്ചു തരാം. നീം കേക്ക് ചേർക്കുന്നത് മൂലം നമുക്ക് ചെടികൾ, ഇതാണ് നീം കേക്ക്. നീം കേക്ക് പൗഡർ ഫോമിലുള്ളതാണിത്. ഇത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മൂലം നമ്മുടെ ചെടികൾക്ക് വേരിനുണ്ടാകുന്ന രോഗങ്ങൾക്ക്, അതുപോലെ ഒരുമാതിരിപ്പെട്ട ഫംഗൽ ഇൻഫെക്ഷൻസ് ചെടികൾക്ക് വരുന്നതിൽ നിന്നൊക്കെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു നീം കേക്ക് അല്ലെങ്കിൽ നീം പൗഡർ. ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതാണ് നീം കേക്ക് പൗഡർ. ഇത് വാങ്ങിയ കവറ്. ഇത് എല്ലാ ചെടികൾക്കും, പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഇതൊരു 100% ഓർഗാനിക് പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ചെടികൾക്ക് ചേർക്കുന്നത് മൂലം ഇതിൻ്റെ അകത്തും ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിലും ഇത് ഒരു പടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, കാൽഷ്യം, ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ചെടികളെ പെസ്റ്റ് അറ്റാക്കിൽ നിന്ന്, അതായത് ഒരുമാതിരിപ്പെട്ട ജീവികൾ വന്ന് ചെടികളുടെ ഇലകൾ കുത്തുന്നത്, തണ്ട് കുത്തുന്നതെന്നൊക്കെ നമ്മുടെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ് കേട്ടോ. ചെടികൾക്ക് നല്ലപോലെ വളരാനുള്ള ന്യൂട്രിയൻസ് തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മുടെ നീം കേക്ക് പൗഡർ. ഇത് തക്കാളിയും അതുപോലെ നമ്മുടെ പച്ചക്കറികൾക്ക് ഒക്കെ, പടവലം, പാവൽ അതുപോലെയുള്ള ചെടികൾക്കൊക്കെ ചേർക്കുന്നില്ല. അന്നേരം ഞാൻ ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ നീം കേക്ക് പൗഡർ ചേർക്കുന്ന ഒരു 3% ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1% നമ്മുടെ സൂപ്പർ ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ 1% പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കുന്നതല്ല. പൊട്ടാഷ്യം, സൂപ്പർ ഫോസ്ഫേറ്റും ഒക്കെ നമ്മൾ ഇതിന് ചേർക്കുന്നത് മൂലം, നമ്മുടെ പൊട്ടാഷ്യം ചേർക്കുന്ന മെയിനായിട്ട് ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സൂപ്പർ ഫോസ്ഫേറ്റ് ചേർക്കുന്നത് മൂലം ചെടികളുടെ തണ്ടിനൊക്കെ നല്ലൊരു കട്ടി, നല്ലൊരു ആരോഗ്യം വരാനും നല്ലപോലെ തഴച്ചു വളരാനും സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള ഫെർട്ടിലൈസേഴ്സ്. പിന്നെ ഇപ്പം ബോൺ മീൽ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള മുട്ടത്തോടും സവാളയുടെ തോലും കൂടെ ഞാനിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതേപോലെ ഒരു പിടി ചേർത്ത് കൊടുത്ത് മണ്ണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി നല്ല, കാരണം ബോൺ മീൽ ഇല്ല എങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബോൺ മീൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ഈ മുട്ടത്തോട് നല്ലതുപോലെ, അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് സവാളയുടെ തോലും കൂടി ഇട്ടു, നല്ലപോലെ പൊടിച്ച് ചേർത്തു. അപ്പോൾ ഈ ഒരു മിക്സ് നല്ലതുപോലെ നമുക്കിതിലേക്ക് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ എല്ലാം കൂടെ കൂടി യോജിക്കണം. കാരണം നമ്മുടെ മണലൊരിടത്ത് ബോൺ മീൽ, നീം കേക്ക് വേറെ അങ്ങനെ കിടക്കരുത്. ഇതെല്ലാം കൂടെ കൂടി യോജിച്ച് നല്ലൊരു മിക്സാക്കി നമുക്ക് കിട്ടണം. ഇൻ കേസ് കട്ടിയായിട്ട് കിടക്കുന്ന മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് നമ്മൾ സാധാരണ പുട്ടൊക്കെ നനയ്ക്കുന്നത് പോലെ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഒരു അടിപൊളി പോട്ടി മിക്സ് ഇവിടെ റെഡിയാണ്. ഇതിൽ ഏത് ചെടിയും നിങ്ങൾക്ക് നടാൻ കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബൊഗൈൻവില്ല എങ്ങനെ നടുന്നതാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഏത് ചെടി, നമ്മുടെ റോസ്, അതുപോലെ തന്നെ എല്ലാവരും കുറേ കൂട്ടുകാരനോട് ചോദിക്കാറുണ്ട് റോസ് എങ്ങനെയാണ് നടുന്നത്. ഞാൻ കുറേ വീഡിയോസ് റോസ് എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്, ബൊഗൈൻവില്ലായി നടുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇത് ഒന്നുകൂടി നല്ലത്, ഏറ്റവും നല്ല ഒരു വീഡിയോ ആണിത്. നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്ത് വളമാണ് നിങ്ങൾ ബൊഗൈൻവില്ലായ്ക്ക് കൊടുക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബൊഗൈൻവില്ല ഏതൊക്കെ കളേഴ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഇതേപോലെ ഡബിൾ കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡബിൾ കളറിലുള്ള ചിലതൊക്കെ നല്ല ഹൈബ്രിഡ് ബൊഗൈൻവില്ലാസൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അന്നേരം ഈ ഹൈബ്രിഡ് ബൊഗൈൻവില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മുള്ള് കാണത്തില്ല. അപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ കൈ മുറിയുകയോ അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലത്തെ ബൊഗൈൻവില്ലാസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൊഗൈൻവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഇത് കണ്ടോ, ഇത് വേറെ ഒരു നല്ലൊരു ടൈപ്പാണിത്.
ഈ ബൊഗൈൻവില്ലയുടെ കാര്യം തന്നെ ഹില്ലി ഏരിയാസ്, നല്ല ചൂടുള്ള ഏരിയയിലൊക്കെ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇത് എസ്പെഷ്യലി ഇത് പൂക്കത്തുള്ളൂ, ഈ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ പൂവൊന്നും ഇല്ലാതിരിക്കും. എങ്കിലും ഇപ്പോൾ തായ്ലൻഡ് വെറൈറ്റീസൊക്കെ ഇപ്പോൾ ഉണ്ട്, അത് നല്ല കംപ്ലീറ്റ് എല്ലാ സീസണിലും പൂക്കുന്ന ബൊഗൈൻവില്ലാസും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ഇൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.